ആരോഗ്യ, പാർപ്പിട, മാലിന്യ നിർമ്മാർജ്ജന മേഖലകൾക്ക് മുൻഗണന നൽകി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 45.11 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ആരോഗ്യ മേഖലയ്ക്കും ഭവന നിർമ്മാണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 45.11 കോടി രൂപ വരവും 44.32 കോടി രൂപ ചെലവും 79.16 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ നാസർ അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയുടെ വികസനത്തിനായി 1.15 കോടി രൂപയും ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലൈഫ് പദ്ധതിക്കായി 3 കോടി രൂപയും, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയും, കരമാലിന്യ സംസ്കരണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കുമായി 50 ലക്ഷം രൂപയും വകയിരുത്തി. ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ നീക്കിവെച്ചു. ഉൽപാദന മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 1.5 കോടി രൂപയും, കുടിവെള്ള ലഭ്യതയ്ക്കായി 30 ലക്ഷം രൂപയും, ശിശുക്ഷേമ പദ്ധതികൾക്കായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വയോജനക്ഷേമത്തിന് 26 ലക്ഷവും, പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കായി 36 ലക്ഷവും വകയിരുത്തി. പശ്ചാത്തല വികസന മേഖലയ്ക്ക് 6 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. സംസ്ഥാന ആവിഷ്കൃത പരിപാടികളോടുള്ള വരവുകൾ, കേന്ദ്രാവിഷ്കൃത വീതം, സംസ്ഥാന പ്രോജക്റ്റുകൾക്കുള്ള വീതം, മറ്റു വരവുകൾ ഉൾപ്പെടെ 45,41,668 രൂപ വരവും, 44,32,37,500 രൂപ ചെലവും, 79,16,162 രൂപ മിച്ചവുമുള്ള 2025-26 ബഡ്ജറ്റ് പ്രതീക്ഷിക്കുകയാണ്. പ്രധാന വകയിരുത്തൽ. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ നേട്ടമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.